ഈസ്റ്റ് ടൈമിലേക്ക് വിശദമായി ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച PV അൻവർ MLA ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചുള്ള ഉത്തരവിറങ്ങി. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ DIG, 2 SP-മാർ ഉൾപ്പെടുന്ന 5 പേരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തുക. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച അതിന്റേതായ ഗൗരവത്തിൽ കാണുമെന്നും ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ പരാതികളിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കുള്ള പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പായിരുന്നു. അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ എപ്പോഴേക്കായിരിക്കും മുഖ്യമന്ത്രിയെ കാണുക, പരാതി ധരിപ്പിക്കുക? കാവ്യ, എന്തായാലും ഈ ആരോപണം ഉന്നയിച്ച PV അൻവർ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ PV അൻവർ ഏകദേശം 12 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ പരാതിയായി എഴുതി നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഉൾപ്പെടെ നൽകുമോ എന്ന കാര്യവും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് ഒരു MLA, പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട MLAയുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും നടപടികൾ സ്വീകരിക്കുന്നത്. MR അജിത് കുമാർ എന്ന ലോ ആൻഡ് ഓർഡർ ADGP, അദ്ദേഹത്തിനെതിരെയായിരുന്നു പ്രധാനമായും അൻവറിൻ്റെ പരാതി ഉണ്ടായിരുന്നത്. അതിലാണ് ഇന്നലെ രാത്രി തന്നെ, ഇന്നലെ പകൽ രാവിലെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കുകയും ഏതെങ്കിലും തരത്തിൽ പോലീസ് സേനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഈ പോലീസ് സേനയിൽ നിന്ന് മാറ്റുന്നടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ഒരു തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. MR അജിത് കുമാർ കൂടി വേദിയിലിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നത്. ചില പുഴുക്കുത്തുകൾ ഈ പോലീസ് സേനയിൽ ഇപ്പോഴുമുണ്ട്. ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ്, സേനയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യും. ആരും അത്തരത്തിലുള്ള ശീലങ്ങൾ അനുകരിക്കരുത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാത്രിയോടുകൂടി ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയത്. ഇന്നാണ് ഉത്തരവിറങ്ങിയത്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പത്രക്കുറിപ്പായി നൽകുകയായിരുന്നു. DGPയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം, അതിൽ ഒരു DIG ഉണ്ട്, ഒരു IG ഉണ്ട്, 2 SP-മാർ, ഒപ്പം തന്നെ DGPയും ഉൾപ്പെടുന്ന സംഘമാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട DYSP സുജിത് ദാസിനെ സ്ഥലം മാറ്റാനും തീരുമാനമായി. മറ്റൊരു സ്ഥലത്തേക്കുള്ള പോസ്റ്റിങ്ങും നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. GV വിനോദിനാണ് പകരം SP-യുടെ ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ ഒക്കെ സ്വീകരിച്ചാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഔദ്യോഗികമായൊരു പരാതിയിലേക്ക് കൂടി PV അൻവർ കടക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു കാണേണ്ട കാര്യം. മുഖ്യമന്ത്രിയുമായി 12 മണിക്ക് കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തും. അതിനുശേഷം ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക്, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഏത് രീതിയിൽ നടത്തണം, അല്ലെങ്കിൽ ആ പരാതി ഇതേ അന്വേഷണ സംഘത്തിന് കൈമാറുന്നോ എന്ന കാര്യത്തിൽ ഒക്കെ തീരുമാനം മുഖ്യമന്ത്രിയാണ് എടുക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണം MR അജിത് കുമാറിനും അതുപോലെ തന്നെ ചില പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരായി PV അൻവർ MLA തന്നെ ഉന്നയിച്ചു. അതിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങൾ ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അധികം നേരം വൈകാതെയുള്ള നടപടിയിലേക്കാണ് സർക്കാരും മുഖ്യമന്ത്രിയും കടന്നത്. മറ്റ് നടപടികൾ ഇനി PV അൻവർ മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കുകയും അത് ഔദ്യോഗികമായി എഴുതി നൽകുകയും ഒക്കെ ചെയ്ത ശേഷം മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുക്കും.